ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നെന്മാറ വല്ലങ്കി വേലയുടെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ വടക്കാഞ്ചേരി വേലയുടെ വെടിക്കെട്ടും നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വടക്കാഞ്ചേരി വേലയുടെ വെടിക്കെട്ട് നടക്കുന്ന പാടത്തേക്ക് വന്നപ്പോൾ മനോഹരമായ ഒരു കാഴ്ച കണ്ടു. മനോഹരമായി നിൽക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾ, അതായത് നമ്മുടെ ചെമ്മരിയാടുണ്ട്. ഇതില് കൂടുതൽ ചെമ്മരിയാടാണ്, കോലാട് കുറവാണ്. കോലാട് വൈറ്റ് കളറിൽ കാണുന്ന ആടനെയാണ് കോലാട് എന്ന് പറയുന്നത്. അണ്ണമാര് പറഞ്ഞു തന്നതാണ്, ഇതിനെ നോക്കുന്ന അണ്ണമാര് പറഞ്ഞു തന്നതാണ്. അതുപോലെ ചെമ്പരിയാടും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു മുട്ടനാടും ഉണ്ട്. അത് എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ കുറച്ച് നീങ്ങി നിൽക്കുകയാണ്, കാരണം ഇതിനെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. കാരണം അതിന്റെ കൊമ്പ് രണ്ടിനെ ഒരു കുത്ത് കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ, ആടായം ഇടിക്കും. അപ്പൊ കുറച്ച് പേടിയുണ്ടെങ്കിലും ഇവർ പിന്നിൽ നിന്ന മനോഹര കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈ മനോഹര കാഴ്ച, അത്യപൂർവ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. വടക്കാഞ്ചേരി വേലയുടെ വെടിക്കെട്ട് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. വടക്കാഞ്ചേരി വേല മനോഹരമായിട്ട് നടന്നു. അതിന്റെ വെടിക്കെട്ടിന്റെ വീഡിയോസ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ നെന്മാറ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്, നെന്മാറ വല്ലങ്കി വേലയുടെ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് കാണാനായിട്ട്. അപ്പോൾ വഴിയരികിൽ മനോഹരമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസ് കട കണ്ടു, ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ അവിടെയൊക്കെ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നതിന് ഏകദേശം 30 രൂപ 40 രൂപ കൊടുക്കണം ഒരു കരിമ്പിൻ ജ്യൂസിന്. 30 രൂപയാണ് റേറ്റ് കരിമ്പിൻ ജ്യൂസിന്. എന്നാൽ വെറും 15 രൂപയ്ക്ക് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. അതായത് ഫോറസ്റ്റ് ഓഫീസിലേക്ക്, അതായത് നെന്മാറ ഫോറസ്റ്റിലേക്ക് കടക്കുന്ന വഴികളിൽ എല്ലായിടത്തും നമ്മൾ ഇതുപോലെ കടകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, 15 രൂപയ്ക്ക് ഇവിടെ കരിമ്പിൻ ജ്യൂസ് കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ നെന്മാറ പൊള്ളാച്ചി വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ കടകൾ കയറി കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വേല ദിവസം ഈ 15 രൂപയ്ക്ക് നമുക്ക് കിട്ടില്ല, കാരണം റേറ്റ് കൂട്ടും. വേല ദിവസങ്ങളിൽ ഈ 15 രൂപയ്ക്ക് നമുക്ക് ജ്യൂസ് ഒരിക്കലും കിട്ടില്ല. നോർമൽ ദിവസങ്ങളിൽ നമുക്ക് 15 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ നെന്മാറ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. നെന്മാറയുടെ അമ്പലത്തിന്റെ ഫ്രണ്ടില് ദേവിയുടെ, നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മനോഹരമായ പോസ്റ്ററും, അതുപോലെ നെന്മാറ നിവർന്നു നിൽക്കുന്ന നെന്മാറയുടെ മനോഹരമായ പന്തലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏപ്രിൽ 2-ാം തീയതി നമ്മൾ നെന്മാറയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ്, നെന്മാറയുടെ ഭൂമി കുലുക്കുന്ന സാമ്പിൾ കാണാനായിട്ട്. മനോഹര വെടിക്കെട്ടാണ്. സാമ്പിളിന്റെ 2 വീഡിയോസും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നെന്മാറ വല്ലങ്കി വേലയുടെ സാമ്പിൾ വെടിക്കെട്ടിന്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതാണ് വല്ലങ്കിയുടെ പന്തല്, മനോഹരമായി നിൽക്കുന്ന വല്ലങ്കിയുടെ ദേശത്തിന്റെ പന്തല്. ഈ പ്രാവശ്യം പന്തലില് ഒന്നും പറയാനില്ല, വല്ലങ്കി കൊണ്ടുപോയി. കാരണം 2 ദേശത്തിന്റെയും പന്തൽ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോന്ന് മാറ്റി മാറ്റി സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് കാണേണ്ടവർക്ക് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നെന്മാറയുടെയും വല്ലങ്കിയുടെയും ഓരോ പന്തലിന്റെ ലൈറ്റ് ഡെക്കറേഷന്റെ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ പോയി കാണുക. ഈ പ്രാവശ്യം പന്തൽ നമ്മുടെ വല്ലങ്കി ഉണ്ട്. അടിപൊളി പന്തലാണ്. കാരണം പന്തൽ കാണണമെങ്കിൽ, വെടിക്കെട്ട് കാണണമെങ്കിലും അത് നെന്മാറയിൽ വന്നം എന്ന രീതിയിലാണ്. മൊത്തം ചെളിയാണ്. സാമ്പിൾ ദിവസമായിട്ടും നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, കാരണം മഴ അതേമാതിരിയായിരുന്നു പെയ്തത്. അതിന്റെ ബുദ്ധിമുട്ട് കാരണം വെടിക്കെട്ട് ഒരുക്കങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് ഇവിടെയല്ല, വേറൊരു പാടത്താണ്. നെന്മാറ ദേശത്തിന്റെയും വല്ലങ്കി ദേശത്തിന്റെയും അവരുടെ അമ്പലത്തിന്റെ സൈഡിലായിരിക്കും വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. ഒരു ദിവസം മാത്രമാണ് വെടിക്കെട്ട്. ഈ മെയിൻ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് ഈ പൂരപ്പറമ്പ്. അങ്ങകലെ അമ്മേ നാരായണ എന്ന് മനോഹരമായ നമ്മുടെ നെന്മാറ നെല്ലിക്കുളങ്കര ഭഗവതിയുടെ അമ്പലം കാണാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായ നമ്മുടെ വലിയ വെടിക്കെട്ടിന്റെ വിശേഷങ്ങൾ എന്തെന്നറിയാൻ വേണ്ടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അങ്ങകലെ വല്ലങ്കി ദേശത്തിന്റെ വെടിക്കെട്ടിനുള്ള പണികൾ പുരോഗമിക്കാൻ വേണ്ടി സ്ഥലങ്ങളും കുറ്റികളൊക്കെ ഇട്ടിട്ടുണ്ട്. 13-ാം തീയതി, അതായത് 3-ാം തീയതി, ഏപ്രിൽ 3-ാം തീയതി ആണ് നെന്മാറ വല്ലങ്കി വേല. അതിന്റെ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ വെടിക്കെട്ടിന്റെ വിശേഷങ്ങൾ, വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സാമ്പിളും മെയിൻ വെടിക്കെട്ടും എല്ലാം നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് വെടിക്കെട്ടിന്റെ വീഡിയോസ് കാണുക. അങ്ങകലെ നെന്മാറയുടെ പന്തലും കാണാം. അപ്പോൾ വീഡിയോസ് ഒന്നും നമുക്ക് അധികം എടുക്കാൻ പറ്റിയില്ല, കാരണം മഴ ഒരു കാലാവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെ
വടക്കാഞ്ചേരിക്ക് പോകുന്നതുകൊണ്ട് അവിടുത്തെ വെടിക്കെട്ട് മിസ്സാവരുത്. അതുകൊണ്ട് വടക്കാഞ്ചേരി വേലയുടെ വെടിക്കെട്ട് എടുക്കണം. അതുകൊണ്ട് തിരക്ക് പിടിച്ച് എടുത്താണ്. കാലാവസ്ഥ കുറച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മഴയ്ക്കൊരു സാധ്യതയുണ്ട്. എന്നാലും വെടിക്കെട്ട് വളരെ മനോഹരമായിട്ട് നടത്താൻ സാധിച്ചു. നെന്മാറയ്ക്കും വല്ലങ്കിക്കും ആ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. അവരുടെ കഷ്ടപ്പാട് മൂലമാണ് ഇത്രയും മനോഹരമായ വേല നമുക്ക് കാണാൻ സാധിച്ചത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ വെടിക്കെട്ടും പന്തലും അത് നെന്മാറ വല്ലങ്കി വേലയാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ നെന്മാറ വല്ലങ്കി വേല കണ്ടിരിക്കണം ജീവിതത്തിൽ. കാരണം അത്രയ്ക്കും മനോഹരമാണ് നെന്മാറ വല്ലങ്കി വേല. ഈ പാലക്കാടിന്റെയും കേരളത്തിന്റെയും അഭിമാനം എന്ന് പറയാം നമ്മുടെ നെന്മാറ വല്ലങ്കി വേല. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കാരണം പൂര ദിവസം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഫുൾ തിരക്കായിരിക്കും. കാരണം ഒരു ഇഞ്ച് പോലും ആൾക്കാർ ഗ്യാപ്പ് ഉണ്ടാവില്ല. അതേമാതിരി തിരക്കായിരിക്കും. ഇന്ന് സാമ്പിൾ ദിവസം ആയതുകൊണ്ടും സാമ്പിൾ ഇവിടെ അല്ലാത്തത് കൊണ്ടും മാത്രമാണ് നമുക്ക് ഇവിടെ നടക്കാൻ സാധിച്ചത്. ഏകദേശം സമയം നമുക്ക് ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്. വെളുപ്പിന് 1 മണിക്കാണ് നമ്മൾ നടക്കുന്നത്. എന്നിട്ടും ഇത്രയും ചെറിയ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഘോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ ചാനലിലെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. വെടിക്കെട്ടിന്റെയും ലൈറ്റ് ഡെക്കറേഷന്റെയും സാമ്പിളിന്റെയും എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകം എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നു. കൂടുതൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതിന് എല്ലാ പ്രേക്ഷകരോടും ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ മുന്നോട്ട് നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയാണ് അവിടുത്തെ വെടിക്കെട്ടും കാണാനായിട്ട്. അങ്ങനെ വെടിക്കെട്ടൊക്കെ മനോഹരമായി എല്ലാവരും പോയി. ഇവിടെയായിരുന്നു മനോഹരമായ വെടിക്കെട്ടുകളും 2 ദേശത്തെയും നടന്നത്. എല്ലാവരും നെന്മാറ വല്ലങ്കി വേലയുടെ വേല കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. പുലർച്ചെ ഏകദേശം ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പോയി. എന്നാലും ഒരു നിമിഷം നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പൂരക്കാലം അതിമനോഹരമാക്കിയതിന് എല്ലാ ദേശക്കാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.